കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതുമെന്ന് മോൻസ് ജോസഫ് MLA. മാവേലിക്കര മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥമുള്ള ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയെക്കുറിച്ചോ ഒക്കെയുള്ളവരുടെ നിലപാടെന്താണ്? ഇവിടുത്തെ സമ്പന്ന വർഗത്തിന് വേണ്ടി മാത്രമായി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ തീർത്തി കൊടുത്ത ഭരണക്രമമാണ് നമ്മുടെ രാജ്യത്ത് കാണാൻ കഴിയുന്നത്. സമ്പന്ന വർഗത്തിന് വേണ്ടി എത്ര കോടി രൂപയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊടുത്തത്. എന്നാൽ പാവപ്പെട്ടവന്റെ അവസ്ഥ എന്താണ്? ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ജപ്തി നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജപ്തി നടപടി മൂലം ജീവിക്കാൻ കഴിയാതെ, പണമടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സാധാരണക്കാരായ കുടുംബങ്ങൾ. ഇപ്പോൾ സർഫാസി ആക്ട് കൂടി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയതിനെ തുടർന്ന് നമ്മുടെ ഗവൺമെന്റുകൾക്ക് പോലും സ്റ്റേ കൊടുക്കാൻ കഴിയില്ല, കോടതി പോലും ഇടപെടുന്നില്ല. അതുപോലെ സുരക്ഷിതമായി പാവപ്പെട്ട മനുഷ്യനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ മുഴുവൻ കൊലയ്ക്ക് കൊടുക്കുകയാണ്. ആ നിലയിൽ തകർത്തിരിക്കുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വായ്പയുടെ പേരിൽ ബാങ്കുകൾ കൊടുക്കുന്ന നോട്ടീസ് ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കുടുംബങ്ങളെ പോലും കൊണ്ടെത്തിക്കുകയാണ്. അരിക്കത്തിൽ ബിൽഡിംഗ്സിൽ ചേർന്ന സമ്മേളനത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ PN നൌഷാദ് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്, നേതാക്കളായ ടോമി കല്ലാനി, ജോസി സെബാസ്റ്റ്യൻ, സജി മഞ്ഞക്കടമ്പിൽ, VJ ലാലി, മാത്തുക്കുട്ടി പ്ലാത്താനം തുടങ്ങിയവർ സംസാരിച്ചു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം CITU കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ നടത്തി. മങ്കൊമ്പ് P കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. ഞായറാഴ്ച രാവിലെ 10 ആരംഭിച്ച കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗാനകുമാർ അവകാശപ്പെട്ടു. ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി തലത്തിൽ 3,60,00,000 ആളുകളുടെ ജീവൻ പ്രശ്നത്തെ പരിഹാരം കാണാൻ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചു മുന്നോട്ട് പോകുന്ന അതാണ് പ്രത്യേകത. മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒട്ടേറെ കള്ളപ്രചാരങ്ങളിലേക്ക് നടത്തുന്ന സന്ദർഭമാണ്. ഇടതുപക്ഷ ജാലകത്തിന്റെ വഴി കഴിഞ്ഞ 2019 സ്ഥിതിയല്ല, നില മെച്ചപ്പെടുമെന്ന് മാത്രമല്ല 20 സീറ്റുകളിലും ഭയപ്പാടോടുകൂടിയാണ് സമ്മേളനത്തിൽ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK അശോകൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ M കൃഷ്ണലത, KR പ്രസന്നൻ, G ഉണ്ണികൃഷ്ണൻ, KS അനിൽകുമാർ, P സജിമോൻ, AP സജി തുടങ്ങിയവർ സംസാരിച്ചു. തുരുത്തി വിയ്യപുരം റോഡ് അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് മാവേലിക്കര മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുളയ്ക്കാൻ തുരുത്തി വിയ്യപുരം റോഡിന്റെ ശോച്യാവസ്ഥ അതൊന്ന് നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് NDAയുടെ പ്രിയപ്പെട്ട നേതാക്കളും പ്രവർത്തകരോടുമൊപ്പം ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇത് ഗവൺമെന്റിന്റെ യുക്തിരഹിതമായ അശാസ്ത്രീയമായ ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ ഇരകളാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ. അത് ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ആളുകൾ മാത്രമല്ല, ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്ന ആളുകളും ഈ കെടുകാര്യസ്ഥതയുടെ ഇരകളാണ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ കാണാം, ഈ ഓടയെല്ലാം ആകാശത്ത് നിൽക്കുകയാണ്, റോഡ് താഴെയാണ്. വെള്ളം കെട്ടി നിന്ന് വീണ്ടും പണിയുക, വീണ്ടും വെള്ളം കെട്ടി നിൽക്കുക, വീണ്ടും പോവുക. അവസാനം നാട്ടുകാർ മുഴുവൻ ഈ പൊടി തിന്ന് രോഗികളായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. മഴ പെയ്താൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ പൊടിശല്യം ഈ ദുരവസ്ഥയിലേക്ക് പ്രദേശവാസികളെയും യാത്രക്കാരെയും തള്ളിവിട്ടതിന് എന്ത് ന്യായീകരണമാണുള്ളതെന്നും ബൈജു കലാശാല ചോദിച്ചു. പ്രദേശത്തെത്തി പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടതിന് ശേഷം മാധ്യമങ്ങളോടായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
നേതാക്കളായ BR മഞ്ജുഷ്, ബിജു മങ്ങാട്ടുമഠം തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. SUCI കമ്മ്യൂണിസ്റ്റ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ ബിമൽജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെന്നിത്തല ഒരിപ്രത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗുസ്തി താരങ്ങളുടെ സമരം ഡൽഹിയിലുണ്ടായി. ആ ദേശീയ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു MP ഉണ്ട്, എന്താണ് പേര്? ബ്രിജ്ഭൂഷൺ സിംഗ്. ആ MP ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ ചെയർമാനാണ്. അയാള് 17ഓളം പെൺകുട്ടികളെ, ഗുസ്തി താരങ്ങളായ പെൺകുട്ടികളെ അയാൾ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന് മൊഴി കൊടുത്തിരിക്കുന്ന 17 കുട്ടികൾ, അതിൽ 2-3 പേര് മൈനർമാരാണ്. അത് മൊഴി കൊടുത്തിരിക്കുന്നതാണ്. അയാളെ ദേശീയ ഗുസ്തി താരത്തിന്റെ ഫെഡറേഷൻ ചെയർമാന്റെ സ്ഥാനത്ത് മാറ്റാൻ BJP തയ്യാറല്ല. കാരണം അയാൾക്ക് അത്രയ്ക്ക് സ്വാധീനമാണ്. വളരെ മോശമായി പെൺകുട്ടികളോട് പെരുമാറുന്ന ആളാണ്. മഹാമുള്ളിലത്ര വഷളനാണ്. അയാളെ BJP പ്രൊട്ടക്ട് ചെയ്തു, സംരക്ഷിച്ചു. അതിനെതിരെ ഡൽഹിയുടെ തെരുവുകളിൽ ദേശീയ ഗുസ്തി താരങ്ങൾ, ഏറ്റവും അഭിമാനകരമായ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഗുസ്തി താരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഇവിടെ വന്നില്ലേ? ബജ്രംഗ് പുനിയയെ പോലുള്ള, സാക്ഷി മാലിക്കിനെ പോലുള്ള ആളുകൾ ഇവിടെ വന്നു, കേരളത്തിൽ വന്നു, അവർ പ്രസംഗിച്ചു, നമ്മൾ കേട്ടു. അത്തരം ആളുകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രതിനിധികളായി വിദേശ രാജ്യങ്ങളിൽ പോയി മത്സരിച്ച് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ കാര്യങ്ങളാണ് അവർ സമരം നടത്തുക. കള്ളപ്പണം തടയാൻ വേണ്ടി മോദി സർക്കാർ കൊണ്ടുവന്ന നോട്ട് നിരോധനം കള്ളപ്പണം തടഞ്ഞില്ല എന്ന് മാത്രമല്ല, ജനജീവിതത്തെ ആകമാനം തകർക്കുകയാണ് ഉണ്ടായതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജെയ്സൺ ജോസഫ് ആരോപിച്ചു. സമ്മേളനത്തിൽ AIUTUC ജില്ലാ കമ്മിറ്റി അംഗം V വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R പാർത്ഥസാരഥി വർമ്മ, ചെങ്ങന്നൂർ നിയോജകമണ്ഡലം കൺവീനർ T കോശി, സ്ഥാനാർത്ഥി K ബിമൽജി എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. പാണക്കാട് ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ളതായിരുന്നു 350 കുടുംബങ്ങൾക്കായുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം. കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി നിർവഹിച്ചു. നമുക്കറിയാം, പാണക്കാട് ശിഹാബ് തങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന് മുന്നോട്ട് സംസാരിച്ചവരെല്ലാം ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചും, അത് കൂടുതൽ സമൂഹത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവരെ കൂടുതൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സേവനങ്ങളും ചെയ്തു വരുന്നുണ്ട്. അവരുടെ ജീവിതം കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ തങ്ങളാലാവുന്ന സഹായം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് ആദ്യമേ തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് CM റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി റഫീഖ് മണിമല മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം KM മുഹമ്മദ് സിയ, ശിഹാബ് തങ്ങൾ കാരുണ്യനിധി ചെയർമാൻ BA റഹ്മാൻ, കൺവീനർ ഷാജി ആലുങ്കൽ, പായിപ്പാട് പഞ്ചായത്ത് മെമ്പർ കൂടിയായ മുബാഷ് മുതിരപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. ദേവാലയങ്ങളിലെ കുരുത്തോല പ്രദക്ഷിണത്തിലും മറ്റു തിരുക്കർമ്മങ്ങളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ജെറുസലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി വന്ന യേശുക്രിസ്തുവിനെ ഒലിവുമര ചില്ലകളും ഈന്തപ്പന ഓലകളും വഴിയിൽ വിരിച്ച് അവിടെയുള്ള ജനത ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പാടി വരവേറ്റതിൻ്റെ ഓർമ്മയാണ് ഓശാന ഞായർ. രാജാക്കന്മാർ തിരഞ്ഞെടുക്കുന്ന കുതിരയെ സ്വീകരിക്കാതെ തൻ്റെ ജെറുസലേം പ്രവേശനത്തിന് യേശുക്രിസ്തു കഴുതയെ തിരഞ്ഞെടുത്തു എന്നത് വിശ്വാസദീപ്തമായ സംഗതിയാണ്. വിനയവും എളിമയും കൂടുതലായി പരിഗണിക്കപ്പെടുന്നു എന്നതുതന്നെ ആ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഓശാന ഞായറാഴ്ചയിൽ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയോടൊപ്പം കുരുത്തോലകൾ വെഞ്ചരിച്ച് നൽകി തുടർന്ന് വിശ്വാസികൾ ആ കുരുത്തോലകളുമായി പ്രദക്ഷിണം വഹിക്കുന്നത് പ്രത്യേകമായ കർമ്മമാണ്. ഓശാനയോടെ ക്രൈസ്തവർ പീഡാനുഭവ വാരത്തിലേക്ക് കടക്കുകയായി. അടുത്ത വ്യാഴം പെസഹ, തുടർന്ന് ദുഃഖവെള്ളി, ഞായറാഴ്ച ഉയിർപ്പ് എന്നിവ ആചരിക്കും. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ വിശുദ്ധ കുർബാന, കുരുത്തോല വെഞ്ചരിപ്പ്, പ്രദക്ഷിണം എന്നിവയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വെലൂർ സെന്റ് ജോസഫ് പള്ളിയിൽ വികാരി ഫാദർ ജെയിംസ് മാളേക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ അഞ്ചൽ എന്നിവർ കാർമ്മികരായി. മങ്കൊമ്പ് സെന്റ് പൈസ് ടെൻത്ത് ദേവാലയത്തിൽ വികാരി ഫാദർ ജോസഫ് ബംഗ്ലാവ് പറമ്പലിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ഓശാന ഞായർ ശുശ്രൂഷകൾ.
വാതിലുകളെ ശിരസിയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. സിനിമാ നടനും നാടകരചയിതാവുമായ ലാലി മുട്ടാർ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് മുട്ടാർ സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. മുട്ടാർ സ്രാമ്പിക്കൽ കണിച്ചേരിൽ കുടുംബാംഗമാണ് അന്തരിച്ച ലാലി മുട്ടാർ. മലയാള സിനിമയിൽ ഒട്ടേറെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള കുട്ടനാടിൻ്റെ നടനായ ലാലി മുട്ടാർ 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ 300-ലധികം സിനിമകളിൽ വേഷം ചെയ്തിട്ടുണ്ട്. ശ്രദ്ധേയമായ പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. ബ്ലെസ്സിയുടെ കാഴ്ച, ഭ്രമരം തുടങ്ങിയ സിനിമകളിലും ജയറാം നായകനായ പാർത്ഥൻ കണ്ട പരലോകം, ഗോഡ് ഫാദർ തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്തു. മഹാരാഷ്ട്ര സ്റ്റേറ്റ് വോളിബോൾ പ്ലെയർ, നെഹ്റു ട്രോഫി അടക്കം നിരവധി ജലമേളകളിൽ സ്റ്റാർട്ടറായും മാസ്റ്റർ ഓഫ് സെറമണിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൈതത്തോട് ജലോത്സവത്തിൻ്റെ ചീഫ് കോർഡിനേറ്ററുമായിരുന്നു ലാലി മുട്ടാർ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻസ്പെക്ടറായി വിരമിച്ച അദ്ദേഹം ജാസ്, പിതൃവേദി എന്നീ സംഘടനകളിൽ സജീവ പ്രവർത്തകനും നാട്ടിലെ എല്ലാ പൊതുവേദികളിലും സജീവ സാന്നിധ്യവുമായിരുന്നു. ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജ് മാക് TV ഡയറക്ടർ ഫാദർ ലൈജു കണിച്ചേരിൽ ലാലി മുട്ടാറിൻ്റെ മകനാണ്. ബൈബിൾ അധിഷ്ഠിത നൂറുമേനി സീസൺ 2 മത്സരത്തിന് ആവേശകരമായ തുടക്കം. വിവിധ കോൺഗ്രിഗേഷൻ തലങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ഒന്നാമതെത്തിയ സന്യാസിനികളുടെ ചങ്ങനാശ്ശേരി അതിരൂപതാ തല മത്സരം കഴിഞ്ഞ ദിവസം നടത്തി. 150-ലധികം സിസ്റ്റേഴ്സാണ് നൂറുമേനി അതിരൂപതാ തല മത്സരത്തിൽ പങ്കെടുത്തത്. അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഭാഷകളിലാണ് മത്സരാർത്ഥികൾ പങ്കെടുത്തത്. മോർക്കുളങ്ങര AKM സ്കൂളിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിംഗൂർ ഡോക്ടർ വർഗീസ് സ്ഥാനമാവുങ്കൽ ദീപം തെളിയിച്ച് നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ ബൈബിൾ അപ്പോസ്തോലേറ്റ് അതിരൂപത ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തിൽ അധ്യക്ഷനായിരുന്നു. LSDP കോൺഗ്രിഗേഷൻ ജനറൽ റവറൻ മദർ റോസിലി, FCC കോൺഗ്രിഗേഷൻ പ്രൊവിൻഷ്യൽ റവറൻ സിസ്റ്റർ ലിസ് മേരി, AKM സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ് മരിയ വാഴക്കുളം, പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ സാങ്ക്ടോ മരിയ, ആരാധനാ സഭയുടെ മുൻ പ്രൊവിൻഷ്യൽ റവറൻ സിസ്റ്റർ റോസ് കുന്നത്തുപുരയിടം എന്നിവർ സംസാരിച്ചു. നൂറുമേനിയുടെ അടുത്ത ഘട്ട മത്സരങ്ങളായി ഏപ്രിൽ 14-ന് ഇടവകതല മത്സരവും 28-ന് ഫൊറോന തല മത്സരവും നടക്കും. വൈദിക വിദ്യാർത്ഥികൾക്കുള്ള നൂറുമേനി മത്സരം മെയ് 9-ന് കുറിച്ചി മൈനർ സെമിനാരിയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഇനി ഗ്രീഷ്മത്തിൽ വസന്തമൊരുക്കിയ ഒരു പൂക്കാഴ്ചയിലേക്ക്. വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന് സമീപം തിരുവൻമഠം സഹദേവന്റെ വീടിന്റെ മതിലിലാണ് നെടുകയും കുറുകയുമുള്ള ഈ വർണ്ണവിധാനം. ഋതുക്കൾ 6 ആണെങ്കിലും നമ്മൾ അതിനെ 3 കാലങ്ങളിലായി ഒതുക്കിയിട്ടുണ്ട്. വേനലും മഴയും മഞ്ഞുമാണ് ആ കാലങ്ങൾ നമുക്ക് നൽകുന്നത്. മഴക്കാലത്തിനൊപ്പമാണ് ഓണനാളുകളിലെ നല്ല വസന്തം നമുക്കായി ഒരുങ്ങുന്നതും. പൂക്കൾ വിടർന്നും വാടിയും മഴയും മഞ്ഞും പെയ്തും കത്തുന്ന വെയിലും ഇടയ്ക്കിടെ വന്നുപോയി കാലത്തിൻ്റെ പിടിയിൽ നിൽക്കാതെ ഋതുക്കൾ മാറി മറിയുന്നുമുണ്ട്. അതാണല്ലോ കാലാവസ്ഥാ വ്യതിയാനം എന്ന പുതിയ കാലം. ഏതായാലും ഈ കത്തുന്ന വെയിലിൽ വാഴപ്പള്ളി തിരുവൻമഠത്തിൽ സഹദേവന്റെ വീട്ടിൽ ചെന്നാൽ പൂപ്പന്തൽ എന്നൊക്കെ പറയുന്നത് പോലെ പൂമതിൽ കാണാം. ചെടിയുടെ പേരൊന്നും അറിയില്ലെങ്കിലും ഈ കത്തുന്ന വേനൽക്കാലത്താണ് വർഷത്തിൽ ഒരു തവണ ഈ ചെടി പൂർണ്ണമായും പൂത്തുലയുന്നതെന്ന് വീട്ടുകാർ പറയുന്നു. ഈ ചെടിയെ സുന്ദരി ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ട്, അവിടുന്ന് വാങ്ങിച്ചു വെച്ച തൈയാണ്. പക്ഷെ ഒരുപാട് പൂ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് പേര് ഇതിൻ്റെ തൈകൾ ചോദിച്ച് കമ്പ് ഒടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞങ്ങളെ കാണാതെ കമ്പ് ഒടിച്ചുകൊണ്ട്, പക്ഷേ കമ്പൊന്നും കിളുക്കത്തില്ല. തൈ വെച്ചാൽ അതിൻ്റെ കിളുക്കത്തുള്ളൂ. പേരറിയത്തില്ല, ഈ ചെടിയുടെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. വർഷത്തിലൊരിക്കലേ പൂക്കത്തുള്ളൂ. പൂക്കുമ്പോൾ നിറച്ച് പോകും. എല്ലാ വർഷവും പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് 1-2 ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. പിന്നെ ഈ മാസമാണ് ഇത് നിറച്ച് പൂക്കുന്നത്. ഇതിപ്പോൾ 2 വർഷമായി. പ്രത്യേകിച്ച് വളമൊന്നുമില്ല. ഇനി ഇവിടെയുള്ള വളവക്കങ്ങളൊക്കെ ആദ്യം ഞങ്ങൾ ഇട്ടപ്പം കുഴിച്ചു വെച്ചപ്പം വേപ്പും പിണ്ണാക്കും
അങ്ങനെയുള്ള പിന്നെ ചാണകപ്പൊടിയെല്ലാം ഇട്ടാണ് ഞങ്ങൾ വെച്ചത്. പിന്നെ ഞങ്ങൾ വളമൊന്നും ഇടാറില്ല. ഡോളി ചന്ദ്ര അങ്കിസ്കാറ്റി എന്ന ഇനത്തിൽപ്പെട്ടതാണ് ഈ ചെടി എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഏതായാലും പ്രദേശത്തുള്ളവർക്കും യാത്രക്കാർക്കും വർണ്ണവിസ്മയവും കൗതുകവും സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പൂമതിൽ. പുന്നപ്ര അറവുകാട് ശ്രീദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രം. നീരാട്ട് പുറപ്പാടിലും രാത്രി വൈകി നടന്ന ആറാട്ട് വരവിലും പങ്കെടുത്തത് നിരവധി ഭക്തജനങ്ങൾ. ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് ശേഷം ഉച്ചകഴിഞ്ഞ് 2:30 അരിക്കൂത്ത്, തിരിപിടുത്തം എന്നീ വഴിപാടുകൾ നടത്തപ്പെട്ടു. വൈകുന്നേരം 6:45 അലങ്കാര ദീപാരാധനയും ദീപക്കാഴ്ചയും. രാത്രി 9 നീരാട്ട് പുറപ്പാട്. വണ്ടാനം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സ്വീകരണത്തിന് ശേഷം കുറവൻതോട് ജംഗ്ഷനിൽ നിന്നും പഴയ നടക്കാവ് റോഡ്, കണ്ണമ്പള്ളി NR റോഡിലൂടെ ഹൈവേയിലെത്തി ശ്രീദേവി റോഡിലൂടെയാണ് ആറാട്ടുവരവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. മാർച്ച് 30 വലിയ ഗുരുതി സമർപ്പണത്തോടെ പൂരമഹോത്സവം സമാപിക്കും. പുണ്യ റമദാനിൽ നോമ്പ് തുറക്കാൻ മഗ്രിബ് ബാങ്ക് വിളി കേൾക്കാൻ കാതോർത്തിരിക്കുമ്പോൾ തന്നെ തീൻമേശയിൽ ഇഫ്താർ വിഭവങ്ങൾ നിറയും. നാടൻ വിഭവങ്ങൾ ഉണ്ടെങ്കിലും മലബാർ വിഭവങ്ങൾക്കാണ് ഇഫ്താർ വിരുന്നിൽ തെക്കൻ മേഖലയിലും ആധിപത്യം. വീടുകളിൽ ഇഫ്താർ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് വിരളമായതോടെയാണ് മലബാർ വിഭവങ്ങൾ തെക്കൻ മേഖലയിലും ഇഫ്താർ വിപണിയിൽ ഇടം പിടിച്ചത്. മലബാറുകാരുടെ വിഭവമായ കൽമാസ്, സ്പെഷ്യൽ കിളിക്കൂട്ട്, കോഴിക്കോടൻ ചട്ടിപ്പത്തിരി, കായപ്പോള, ഉന്നക്കായ, നെയ്പത്തിരി തുടങ്ങിയ 56-ൽ പരം വിഭവങ്ങളാണ് മാന്നാറിൽ ഉൾപ്പെടെ ഇഫ്താർ വിപണിയിലെ താരങ്ങൾ. മലബാർ സ്പെഷ്യൽ വിഭവങ്ങളായ ഉന്നക്കായയ്ക്കും കായപ്പോളയ്ക്കും കണ്ടാൽ ഒരു കിളിക്കൂട് പോലെ തന്നെ ഇരിക്കുന്ന മലബാർ സ്പെഷ്യൽ കിളിക്കൂടിനുമാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. 15 രൂപ മുതൽ 30 രൂപ വരെ വിലയുള്ള വിഭവങ്ങളാണ് ഏറെയും. വില കൂടിയാലും രുചിയുള്ള വിഭവങ്ങളാണെങ്കിൽ ചൂടപ്പം പോലെ അവയെല്ലാം വിറ്റഴിയും. എല്ലാത്തരം സ്നാക്സുകൾ, അതായത് മീറ്റ് റോള്, ചിക്കൻ റോള്, പിന്നെ കൽമാസ്, അതുപോലെ തന്നെ പിന്നെ കട്ട്ലേറ്റ്, കിളിക്കൂട്, പക്കോടകൾ, അങ്ങനെ 56 തരം വിഭവങ്ങൾ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാന്നാറിലൊക്കെ നല്ല സപ്പോർട്ടാണ്. AJ കാറ്ററിംഗ് ഉടമയും മാന്നാർ പുത്തൻപള്ളി ജമായത്ത് സെക്രട്ടറിയുമായ നവാസ് ജലാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മലബാർ വിഭവങ്ങൾ ഇഫ്താർ വിരുന്നിനായി കൂടുതലായി സജ്ജമാക്കുന്നത്. നോമ്പ് കാലമായതിനാൽ മാന്നാറിലെ സാധാരണ ബജിക്കടകളിലും മലബാർ വിഭവങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6085 രൂപ, പവന് 48,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.